നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് നോക്കാം. 1, 4, 9, 16, 25 എക്സെട്ര ഇങ്ങനെ പോകുന്നതിനാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് 1 സ്ക്വയർ 1 × 1, 2 സ്ക്വയർ 2 × 2 അതാണ് ഈ 4, 3 സ്ക്വയർ 3 × 3 ഈക്വൽ ടു 9, 4 സ്ക്വയർ 4 × 4 ഈക്വൽ ടു 16, 5 സ്ക്വയർ 5 × 5 ഈക്വൽ ടു 25. നാച്ചുറൽ നമ്പേഴ്സിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സിനാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4, 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9. അപ്പോൾ 1, 4, 9, 16, 25 ഇങ്ങനെ വരുന്ന ഈ സീക്വൻസിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയ വലിയ നമ്പറിൻ്റെ എല്ലാം നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതൊരു ലോങ് മെത്തേഡാണ്. അതിന് പകരം നമുക്കിപ്പം സപ്പോസ് 11ന്റെ സ്ക്വയർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. 11ന്റെ സ്ക്വയർ ഞാൻ എഴുതാൻ പോകുന്നത് ഇങ്ങനെയാണ്: 10 + 1 ഹോൾ സ്ക്വയർ. ഇതിന് നമുക്ക് റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലൂടെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. 11ന്റെ സ്ക്വയർ അല്ലേ? അപ്പം 11 സ്ക്വയറിന് 10 + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? 10 എഴുതും, ഇവിടെ 1 എഴുതും, അതേപോലെ തന്നെ താഴേക്ക് ഇവിടെ 10 എഴുതും, ഇവിടെ 1 എഴുതും. എന്നിട്ട് ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നോക്കാം. ആദ്യം 10നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എത്ര വരും? 10നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100. അതേപോലെ ഈ 10നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 10s are 10. അടുത്തത് ഈ 1നെ ഈ 10 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ 1 10s are 10 ആണ്. അടുത്തത് 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 1 1s are 1. എന്ത് ചെയ്യുക? ഇത് ആഡ് ഓൺ ചെയ്യുക. അതായത് 100 + 10, 100 + 10, 110 വരും അല്ലേ? അടുത്തത് 10 + 1, 10 + 1 എത്ര കിട്ടും? 11 വരും. അപ്പം 0 + 1 1, 1 + 1 2, 1ന്റെ താഴെ ഒന്നുമില്ല, അപ്പോൾ എത്ര വരും? 121. ഇത് നമുക്ക് ആഡ് ഓൺ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇതെന്ന് പറയുന്നത് 110 + 11, അപ്പോൾ 121. അപ്പം 11ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 121 ആണ് അല്ലേ? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം ഈ കിട്ടിയതിന് നമുക്ക് ഇങ്ങനെ എഴുതാം: 11 സ്ക്വയർ ഈക്വൽ ടു എന്താണ് എഴുതിയത്? 10 + 1 ഹോൾ സ്ക്വയർ അല്ലേ? എന്ത് എഴുതണം? 10നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? 10 × 10 പ്ലസ് പിന്നെ എന്ത് ചെയ്തു? 10 × 1 അല്ലേ? അല്ലെങ്കിൽ 1 × 10, 10 × 1 പ്ലസ് വീണ്ടും എന്ത് ചെയ്തു? 10 × 1 പ്ലസ് 1 × 1 അല്ലേ? 10 × 10 എന്താണ്? 10 സ്ക്വയർ പ്ലസ് ഇത് എത്ര ടൈംസ് ഉണ്ട്? 10 × 1 10 × 1 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഉണ്ട് അല്ലേ? അപ്പം 2 × 10 × 1 പ്ലസ് 1 × 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. നമുക്ക് എന്ത് എഴുതാം? 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 2 ടൈംസ് 10 × 1, അപ്പോൾ എത്രയാണ്? 20 പ്ലസ് 1 ഈക്വൽ ടു 121. ഇങ്ങനെയും ഇത് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പം 11 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 121. ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടും നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇതുപോലെ 12ന്റെ സ്ക്വയർ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. 12 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 + 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? നമുക്ക് ബോക്സിൽ എങ്ങനെയാണ് വരുന്ന റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ്. ഇപ്പോൾ ഇവിടെ 10, ഇവിടെ 2, അതുപോലെ തന്നെ ഇവിടെ 10, ഇവിടെ 2 അല്ലേ? 10 × 10 100, 10 × 2 20, 2 ×
10 20 2 into 2 4. ഇത് നമുക്ക് എങ്ങനെ വരും? ഫസ്റ്റത്തത് 100 പ്ലസ് 20 120 പ്ലസ് 20 പ്ലസ് 4 24. അപ്പോൾ 144 എന്ന് കിട്ടി അല്ലേ? അപ്പം 12ന്റെ സ്ക്വയർ എത്രയാണ്? 144 ആണ്. നമുക്ക് ഇത് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. 12 സ്ക്വയർ ഈക്വൽ ടു 10 പ്ലസ് 2 ഹോൾ സ്ക്വയർ അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത്? ഒന്ന് 10 ഇൻറ്റു 10 അല്ലേ? അപ്പോൾ 10 ഇൻറ്റു 10 പ്ലസ് അടുത്ത എന്താണ്? 10 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 10 അല്ലെങ്കിൽ 10 ഇൻറ്റു 2 എങ്ങനെ വേണമെങ്കിലും എഴുതാം. 10 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2 ശരിയല്ലേ? 10 ഇൻറ്റു 10 10 സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു 2 20 പ്ലസ് 10 ഇൻറ്റു 2 20 പ്ലസ് 2 ഇൻറ്റു 2 4. ഇതിന് നമുക്ക് 100 പ്ലസ് 40 പ്ലസ് 4 ദാറ്റ്സ് ഈക്വൽ ടു 144. അപ്പം 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 144 ആണ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?